പോർക്ക് റിബ്സ് വെച്ചിട്ട് നമുക്കൊരു വേറൊരു കിഡിലെ റെസിപ്പി ചെയ്താലോ. ലെറ്റ്സ് ഗോ. ഓവനും വേണ്ട, എയർ ഫ്രയറും വേണ്ട, ഒരു പാൻ മാത്രം വെച്ചുകൊണ്ട് സ്വീറ്റും ടാങ്കിയും സ്പൈസി ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് കേട്ടോ. ഒരു ഫുൾ റാക്ക് പോർക്ക് ചോപ്സിന്റെ പീസസ് ആയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ റോസ്മേരി, 1/2 ടേബിൾ സ്പൂൺ ഒരേഗനോ, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ, ആവശ്യത്തിനൊപ്പം 3-4 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും ഇട്ട് നല്ലോണം പെരട്ടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മേളിൽ വെതറിയിട്ട് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 5 മിനിറ്റ് ഹൈ ഹീറ്റിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിന്റെ മൂടി മാറ്റി വെള്ളമൊക്കെ ഒന്ന് ഹൈ ഹീറ്റിൽ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് സ്വീറ്റ്നെസ്സിനും ആ മുരിഞ്ഞ ലുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങ സ്ക്വീസ് ചെയ്തത്. റിബ്സിൽ ഇതൊക്കെ ഇങ്ങനെ പെരണ്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് ഇങ്ങനെ നൈസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് പ്ലേറ്റ് ചെയ്യാം. സംഭവം വെറുതെ ഒരു രക്ഷയില്ലാത്ത ഐറ്റം വരുന്നുണ്ടോ. അങ്ങനെ ഇപ്രാവശ്യം പാനിൽ തന്നെ കുക്കർ ഇല്ലാണ്ട് ജ്യൂസി ആൻഡ് ടെൻഡർ ആയിട്ടുള്ള കിഡിലൻ റിബ്സ് അങ്ങനെ ഉണ്ടാക്കിയിട്ടാ. എന്റെ മുമ്പത്തെ റിബ്സിന്റെ റെസിപ്പി കണ്ടിട്ട് കുറെ പേര് പറഞ്ഞു, ഓ ഇത് കണ്ടിട്ട് ഭയങ്കര ഡ്രൈ ആണല്ലോ. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പറയും ഡ്രൈ ആണോ ജ്യൂസി ആണോ എന്ന് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. സംഭവം വെറുതെ പൊളി എന്ന് പറഞ്ഞാൽ പൊപ്പൊളി ഐറ്റം. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.